ഗൈസ്, ഇറ്റ്സ് മീ ഐശ്വര്യ രവി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ഹോസ്റ്റൽ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ എണീക്കാനും കുറച്ച് ലേറ്റ് ആയിരുന്നു. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന പോലെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്കിന്ന് ഇഡ്ഡലി അതുപോലെ തന്നെ ചമ്മന്തി ആയിരുന്നു. ഡെയിലി 7 ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ, റിപ്പീറ്റേഷൻ വരാറില്ല. പിന്നെ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയമൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്തു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ച് ടൈമൊക്കെ ഇരുന്ന് പഠിച്ചു. പിന്നെ അതിന് ശേഷം എൻ്റെ ഫ്രണ്ട് ഒരു നെല്ലിക്ക ഉപ്പിലിട്ട് എടുത്തുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കഴിച്ചെന്തൊക്കെയോ സംസാരിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അതിന് പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല, പഠിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്യും കേട്ടോ ബോട്ടിലിൽ, എന്നിട്ട് അതിന് കുടിക്കുന്നുണ്ട്. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചു. മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ആപ്പിളും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ മാങ്ങ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു 2-3 ദിവസം ആയതുകൊണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചു. ലഞ്ചിന് നല്ല ബീട്രൂട്ട് എന്താ പറയുക, പച്ചടിയല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂൺ റോസ്റ്റും ആയിരുന്നു. അപ്പോൾ ഞാനൊരു മൂവി ക്ലിപ്പൊക്കെ കണ്ടിട്ട് അത് കഴിച്ചു. അത് ഏത് മൂവിയാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ റംബൂട്ടാൻ മേടിച്ചു തന്നിട്ട് ഞങ്ങൾ അങ്ങനെ അത് കഴിച്ചു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഫുൾ തീറ്റ വ്ളോഗാണല്ലോ സംഭവം. അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ടൈമൊക്കെ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നല്ല ക്ലിപ്പ് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനൊന്ന് പോയി കുളിച്ചു. ബിക്കോസ് രാവിലെ കുളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എണ്ണയൊക്കെ ഇട്ടിട്ടാണ് കുളിച്ചത്. സോ എണ്ണയൊക്കെ ഇട്ട് മുടിയൊക്കെ നന്നായിട്ടൊന്ന് കോംബ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം കേട്ടോ ഞാൻ എണ്ണ ഇട്ട് കൊടുക്കുന്നത്. എണ്ണ ഇടുന്ന ദിവസം ഞാൻ സാധാരണ ഷാമ്പു യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട, വൈകുന്നേരം കുളിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാൻ വെച്ചിട്ട് പോയി കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു. അങ്ങനെ ഹെയറൊക്കെ ഒന്ന് ഉണക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തോർത്തിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ അഴിച്ചിട്ട്, എനിക്കിങ്ങനെ മുടി ഇങ്ങനെ അഴിച്ചിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കെട്ടി വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഈവനിങ് ആയപ്പോൾ നമുക്ക് ഈവനിങ്ങത്തെ ചായ വന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അടയായിരുന്നു കേട്ടോ. അട ഇഷ്ടമില്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. പക്ഷേ എനിക്കത് ഇഷ്ടമാണ്. നമ്മുടെ ഈ അരിപ്പൊടിയുടെ ഉള്ളിൽ ഇങ്ങനെ ശർക്കര തേങ്ങയൊക്കെ വെച്ചിട്ടില്ലേ, അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. ഒരു നല്ലൊരു ചായ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എന്താ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് ടൈമൊക്കെ ഇരുന്ന് പഠിച്ചു. എക്സാം ആയിരുന്നു ദ നെക്സ്റ്റ് ഡേ. അത് ഞാൻ എടുത്തത് 2-3 ദിവസം മുന്നെയാണ് കേട്ടോ, ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ രാത്രി ആയപ്പോൾ വീണ്ടും ഫുഡ് കഴിക്കുന്ന ടൈമായി. സെയിം സാധനം തന്നെയായിരുന്നു. എക്സ്ട്രാ നമുക്കൊരു ഫിഷ് ഫ്രൈയും പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ഒഴിച്ച് കറി ഉണ്ടായിരുന്നു, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതെല്ലാം കൂട്ടി നൈറ്റത്തെ ഫുഡും കഴിച്ചു. നമ്മളിവിടെ നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ. ഒരു 7:30-8 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ട് സെറ്റായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കിടക്കാനൊക്കെ ഒത്തിരി ലേറ്റ് ആവും. പിന്നെ എല്ലാവരും പോയിരുന്ന് പഠിച്ചു. കാരണം വേറെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കലാപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എക്സാം കൂടി ആയതുകൊണ്ട് പഠിക്കാതിരിക്കാൻ വയ്യ, അങ്ങനെ പോയി പഠിച്ചു. പിന്നെ അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു ദിവസം കഴിഞ്ഞു. ഇതൊക്കെയാണ് ഹോസ്റ്റൽ ഡേ ഇൻ മൈ ലൈഫ്. ക്ലാസ് ഇല്ലാത്തൊരു ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.